മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായിട്ടുള്ള ഹാരിസ് ഇതുവരെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിട്ടില്ല. രാജിവെച്ചു എങ്കിൽ നിങ്ങൾക്ക് അത് ന്യായം പറയാമായിരുന്നു. അയാളെ കൊണ്ട് പാർട്ടി രാജിവെപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പ്രശ്നം ചോദിക്കാൻ ഇങ്ങോട്ട് വരരുത്, അയാളുടെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് നിങ്ങൾക്ക് പറയാം. മുസ്ലിം ലീഗ് സ്വന്തം അംഗത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ എന്താണ് തയ്യാറാവാത്തത്? പലരും ഇപ്പോൾ ദൂതന്മാരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹാരിസിന്റെ അടുത്തേക്ക്. ഹാരിസിനെ കാണാൻ എന്നുള്ള പേരിൽ നിരവധി ആളുകളാണ് പോകുന്നത്. എന്നിട്ട് ഓരോ ഓഫറുകളാണ് കൊടുക്കുന്നത്. ഇത് ആരോടും പറയണ്ട, നീ കാര്യങ്ങൾ പറയണ്ട, സംസാരിക്കണ്ട, നിന്റെ കാര്യം ഞങ്ങൾ നോക്കും, നീ പേടിക്കണ്ട. ആ സന്ദേശമാണ് TP ഹാരിസിന് പല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ പ്രമുഖനായിട്ടുള്ള ലീഗിന്റെ നേതാവ് നിക്ഷേപകരിൽ ചിലരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, 6 മാസവും കൂടി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അധികാരത്തിൽ വരും, അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കടമൊക്കെ അന്ന് ഞാൻ വീട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെന്താ ലീഗുകാർ നടത്തുന്ന തട്ടിപ്പിന്റെ കടം വീട്ടാനാണോ ഭരണം കിട്ടേണ്ടത്? അല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ ഇവർക്ക് ഭരണം? ഈ തട്ടിപ്പിന് ഇവർ പരിചയാക്കുന്നത് മതത്തെയും വിശ്വാസത്തെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. എന്ത് തെമ്മാടിത്തവും എന്ത് തോന്നിവാസവും. ഒരുപാട് നിസ്കരിക്കലും നോമ്പുവൽക്കലും ഹജ്ജിന് പോവലും ഒന്നും അല്ല ഇസ്ലാം. ഒരിക്കൽ ചോദിച്ചു രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ലയോ ഉമർ, ഞങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിയെ തിരിച്ചറിയുക? അതിന് ഉമർ നൽകിയ മറുപടി, അയാൾ നമസ്കരിക്കുന്നുണ്ടോ 5 നേരം എന്ന് നോക്കാനല്ല, അയാൾ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനല്ല. ഉമർ പറഞ്ഞത്, നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക, എങ്കിലറിയാം അയാൾ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന്. 10 രൂപ കടം കൊടുത്താൽ അറിയാം ഒരാള് മുസ്ലിമാണോ അല്ലയോ എന്ന്. ദൗർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ ആ കാര്യത്തിൽ അനുവർത്തിക്കുന്ന നിസ്സംഗത, സാമ്പത്തിക രംഗത്ത് സത്യസന്ധതയില്ലായ്മ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് തങ്ങളുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊള്ളുന്നവർക്കിടയിൽ വളരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് തിരിച്ചറിയപ്പെടേണ്ടത്? എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത്? ആഡംബര ജീവിതം നയിച്ചിട്ടല്ല ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത്. തന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത്. ആരാന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവനല്ല നേതാവ്. അത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് പരിചയം. വയനാട്ടിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ന പേരിൽ ലീഗ് പിരിച്ച 40 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 11 ഏക്കർ സ്ഥലം വാങ്ങി. തോട്ടഭൂമിയാണ് വാങ്ങിയത്. 1,22,000 രൂപയാണ് അവര് വിലയായിട്ട് കൊടുത്തത് സെന്റിന്. തോട്ടഭൂമിക്ക് 40,000 രൂപ പോലും ഇല്ലാത്ത സ്ഥലത്താണ് 1,22,000 രൂപ സെന്റിനായിട്ട് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അത് ഞങ്ങൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പാവപ്പെട്ട ആളുകൾക്ക്, ഈ ദുരിതബാധിതർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ഈ തോട്ടഭൂമി ആർക്ക് വേണം? അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി പറ്റുമോ? പാണക്കാട്ട തങ്ങളുടെ പേരിലല്ലേ നിങ്ങൾ ഭൂമി വാങ്ങിയത്? ഭൂമി കൊടുത്ത ആളുകൾ പറഞ്ഞു, ഭൂമിയുടെ തരം ഞങ്ങൾ മാറ്റിയിട്ടില്ല, ഞങ്ങളൊരു മരവും അവിടെ നിന്ന് വെട്ടി മുറിച്ച് മാറ്റിയിട്ടില്ല, ഞങ്ങളൊരു കാപ്പിയുടെ ചെടിയും വെട്ടി നശിപ്പിച്ചിട്ടില്ല. എല്ലാ സ്ഥല ഉടമസ്ഥന്മാരും പറഞ്ഞു, 5 പേരും പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വാങ്ങിയ ആളുകളാണ് അത് തരം മാറ്റിയിരിക്കുന്നത്. വാങ്ങിയത് ആരുടെ പേരിലാണ്? സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഈഡിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത, വിചാരണയ്ക്ക് ഇട്ടുകൊടുത്ത ആളുകൾ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലാൻഡ് ബോർഡിന്റെ മുമ്പിലേക്ക് കേസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തിരിക്കുകയല്ലേ? ഈ സ്ഥലം വാങ്ങിയ ആളുകളിൽ പ്രമുഖന്മാർ ഇതേ കാലയളവിൽ
സ്വത്ത് വാങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് ലീഗിന്റെ നേതൃത്വം അന്വേഷിക്കണം. ആരോട് പറയാൻ? എല്ലാവരും അമ്പെയ്ത്ത് കൊണ്ട് നിൽക്കുകയല്ലേ ആ അംഗക്കളത്തിൽ. അമ്പ് കൊള്ളാത്തവരായി ആരുണ്ട്? ഓരോരുത്തരും അവനവന് കഴിയുന്നത് പോലെയൊക്കെ പറ്റിക്കൽ നടത്തിയിട്ടുണ്ട്. ആ പറ്റിക്കൽ തുടരുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ മെമ്പർമാരായിട്ടുണ്ട്. ഞങ്ങളൊന്നും ഈ ജാതി പറ്റിപ്പ് ആരെയും പറ്റിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക രംഗത്ത് സത്യസന്ധത പുലർത്തിയാലേ ഒരു വിശ്വാസിയാകാൻ കഴിയൂ എന്ന പ്രവാചക വചനം അതന്വർത്ഥമാക്കി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളൊക്കെ. അല്ലാതെ ആളുകളുടെ സമ്പത്ത് പറ്റിച്ച്, ഈ സമ്പത്തൊക്കെ പറ്റിച്ച് ആരാന്റെ ഒരംശം നമ്മളുടെ ദേഹത്തുണ്ടായാൽ, വേറെ ഒരുത്തന്റെ 1 രൂപ നമ്മളുടെ വയറ്റിലാക്കിയാൽ, 1 നൂറ്റാണ്ട് കാലം കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാൻ ആ തെറ്റ് നമുക്ക് പുറത്തു തരില്ല. അത് വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുത്ത് അയാളോട് ക്ഷമാപണം നടത്തണം. അയാൾ ക്ഷമിച്ചു എന്ന് പറയണം. എന്നാലേ ആ തെറ്റ് പൊറുക്കൂ. നമ്മളുടെ പല ആളുകളുടെയും വിചാരം ആരെയും പറ്റിക്കാം, വഞ്ചിക്കാം, ചതിക്കാം, ഒരു പ്രശ്നവും ഇല്ല. 5 ഒത്ത് ഇങ്ങനെ നിസ്കരിച്ചാൽ മതി, നോമ്പ് വറ്റാൻ മതി, ഹജ്ജിന് പോയിട്ട് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അതോടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ് അവർ കരുതുന്നത്. മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യൻ തന്നെ പുറത്തു തരണം. അത് ദൈവം പോലും നമുക്ക് പുറത്തു തരില്ല. പടച്ച തമ്പുരാൻ പോലും നമുക്ക് പുറത്തു തരില്ല. ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ, എന്റെ അയൽവാസിയോടൊരു തെറ്റ് ചെയ്താൽ, ഒരാളുടെ 10 പൈസ ഞാൻ അപഹരിച്ചാൽ, ഒരാളുടെ അവകാശം ഞാൻ കവർന്നെടുത്താൽ, അത് ബന്ധപ്പെട്ട വ്യക്തി എനിക്ക് പുറത്തു തന്നാലല്ലാതെ പടച്ച തമ്പുരാൻ പോലും എനിക്ക് പുറത്തു തരില്ല എന്നാണ് മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചത്, വിശ്വപ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് ആരെങ്കിലും ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആ പഠിപ്പിച്ചത് ആരെങ്കിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ മതസംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരായി ലീഗിന്റെ പ്രവർത്തകന്മാർ മാറുമായിരുന്നോ? ഏതെങ്കിലും ഒരു മതസംഘടന അവരെങ്കിലും ഈ കാര്യം ലീഗുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ടും നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയാൽ, നിങ്ങൾ ഈ അഴിമതി നടത്തിയാൽ, നിങ്ങൾ ആളുകളെ വഞ്ചിച്ചാൽ എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്?